അപകടത്തിൻ്റെ അപ്ഡേഷൻ്റെ കുറച്ച് സീരിയസ് മാറ്ററാണത്. അതായത് ഒരു സ്റ്റേജ് കാരിയർ ബസ് എന്നുള്ള നിലയ്ക്ക് അത് ഓവർ സ്പീഡ് പോയി എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ കഴിഞ്ഞ കൊട്ടാരക്കര അപകടത്തിന് ശേഷം എന്ത് അപകടം ഉണ്ടായാലും അത് പോലീസ് കേസ് ആവുന്നതിന് പുറമേ ഒരു 5 day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. വിത്തിൻ 5 days ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമായി പോയി. നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, എല്ലാവരും വീഡിയോ കണ്ടല്ലേ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അതിലത്തെ പ്രോബ്ലംസ് അറിയാൻ പറ്റും. എന്തായാലും അതിനെ ആവർത്തിക്കരുത്. ഇന്നിപ്പോൾ ഇവിടുത്തെ RTO മലപ്പുറവും തൃശ്ശൂരും ഉള്ള RTOയോട് എന്നെ കണ്ടിരുന്നു. അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട് കർശനമായിട്ടുള്ള സ്പീഡ് നിയന്ത്രണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നടത്തണം. അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം ഗവർണർമാരുണ്ടെന്നാണ് വെപ്പ്. സ്ട്രീറ്റ് ഗവർണർ വേണം. അപ്പോൾ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികളെടുക്കും. ഇപ്പോൾ ഈ ഹൈവേയിൽ സ്പീഡ് കൂട്ടാമെന്നുള്ളതിൻ്റെ പേരിൽ അവർ പലപ്പോഴും ഹൈവേ കൂടെ അങ്ങ് പോവുകയാണ്, താഴെയുള്ള റോഡിൽ കൂടെ പോകുന്നില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്കൊരു ഡിസിഷൻ ആവശ്യമുണ്ട്. എന്തായാലും വളരെ ഗൗരവത്തോടെ ഗവൺമെൻറ് കാണുന്നുണ്ട്.